ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്ററായ ദ സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. Rush hour crowds jostled for positions on the underground train platform. A slight girl, looking younger than her 17 years, was nervous yet excited as she felt the vibrations of the approaching train. It was her first day at the prestigious Royal Academy of Music in London, and daunting enough for any teenager fresh from a Scottish farm. But this aspiring musician faced a bigger challenge than most. She was profoundly deaf. അപ്പോൾ ഈ കഥയിൽ ആദ്യം പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ്. ആ പെൺകുട്ടി എന്ത് ചെയ്യുകയാണ്, ഒരു റെയിൽവേ സ്റ്റേഷൻ, അണ്ടർഗ്രൗണ്ട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്, ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി ഭയങ്കര നെർവസാണ്. അതുപോലെ തന്നെ എന്തോ ഒരു സ്പെഷ്യലായ തിങ് ഹാപ്പൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവളുടെ ആദ്യത്തെ ദിവസമാണ് അക്കാഡമി ഓഫ് മ്യൂസിക്, റോയൽ അക്കാഡമി ഓഫ് മ്യൂസിക്, ലണ്ടനിലെ റോയൽ അക്കാഡമി ഓഫ് മ്യൂസിക്കിലെ അവളുടെ ആദ്യത്തെ ഡേ ആണ്. അപ്പോൾ ഒരു ഫ്രൈറ്റൻഡൊക്കെ ആയിട്ടാണ് ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നത്. ആ പേടിക്ക് വേറൊരു കാരണം കൂടെ ഉണ്ട്. അവൾ ജന്മന ബധിരയാണ്. എവലിൻ Glennie's loss of hearing had been gradual. Her mother remembers noticing something was wrong when the 8-year-old Evelyn was waiting to play the piano. They called her name and she didn't move. I suddenly realized she hadn't heard, says Isabel Glennie. For quite a while, Evelyn managed to conceal her growing deafness from friends and teachers, but by the time she was 11, her marks had deteriorated, and her headmistress urged her parents to take her to a specialist. It was then discovered that her hearing was severely impaired as a result of gradual nerve damage. They were advised that she should be fitted with hearing aids and sent to a school for the deaf. Everything suddenly looked black, said Evelyn. അപ്പോൾ എവലിൻ ഗ്ലെനി എന്ന് പറയുന്നതാണ് ആ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര്. അവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജന്മനാ ചെവിക്ക് അല്ലെങ്കിൽ കേൾവിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും അത് കൂടി അവസാനം ഒട്ടും കേൾക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ആകുകയായിരുന്നു. ഗ്രാജുവലായിട്ടാണ് ഇത് കേൾവി ഇല്ലാതായത്. അപ്പോൾ അവളുടെ അമ്മയുടെ ഓർമ്മയിൽ ഏകദേശം അവൾക്ക് 8 വയസ്സുള്ളപ്പോൾ എവലിൻ ഇങ്ങനെ പിയാനോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളെ വിളിച്ചിട്ട് അവൾ കേട്ടില്ല. അപ്പോൾ അവർക്ക് അപ്പോഴാണ് മനസ്സിലായത്, അതായത് അവരുടെ അമ്മയുടെ പേര് ഇസബൽ ഗ്ലെനി എന്നാണ്. അവർക്ക് അപ്പോഴാണ് മനസ്സിലായത് എന്തോ ചെവിക്കൊക്കെ കേൾവിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. പിന്നെ ഈ ഡോക്ടർമാരും ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാം ഇവളുടെ ഡെഫ്നെസ്സിനെ കൺസിൽ ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ഇവളുടെ മാർക്കൊക്കെ നല്ല രീതിയിൽ കുറയാൻ ആരംഭിക്കുകയും ഹെഡ് മിസ്ട്രസ് അവരുടെ പാരൻസിനെ വിളിച്ചിട്ട് അവർ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത് നെർവ് സെൽസ് ഇങ്ങനെ ഡാമേജായി കേൾവി ഇല്ലാതായതാണ്. ആദ്യം ഒന്ന് ഹിയറിംഗ് എയ്ഡ് വയ്ക്കാനും അതുപോലെ തന്നെ ഡെഫ് സ്കൂളിൽ അയക്കാനുമാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു ഇരുട്ടത്തായി, ഈ ജീവിതം മുന്നോട്ട് ഇരുട്ടത്തായി എവലിനെ സംബന്ധിച്ചിടത്തോളം. ബട്ട് എവലിൻ വാസ് നോട്ട് ഗോയിങ് ടു ഗിവ് അപ്പ്. She was determined to lead a normal life and pursue her interest in music. One day she noticed a girl playing a xylophone and decided that she wanted to play it too. Most of the teachers discouraged her, but percussionist Ron Forbes spotted her potential. He began by tuning 2 large drums to different notes. Don't listen through your ears, he would say. Try to sense it some other way, says Evelyn. Suddenly, I realized I could feel the higher drum from the waist up and lower one from the waist down. Forbes repeated the exercise, and soon Evelyn discovered that she could sense certain notes in different parts of her body. I had learned to open my mind and body to sounds and vibrations. The rest was sheer determination and hard work. പക്ഷേ എവലിന് അത് തൻ്റെ ജീവിതം ഇനി കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ താൻ ഗിവ് അപ്പ് ചെയ്യാൻ പോകണം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡൊന്നും അല്ലായിരുന്നു. അവൾക്ക് ആഗ്രഹം ഒരു നോർമൽ ലൈഫിൽ ജീവിക്കണം. അതുപോലെ തന്നെ അവളുടെ മ്യൂസിക്കിലൂടെ ഇൻട്രസ്റ്റ് പെർസ്യൂ ചെയ്യണം. അപ്പോൾ എവലിൻ ഒരു ദിവസം തൻ്റെ സ്കൂളിൽ ഒരു പെൺകുട്ടി സൈലോഫോൺ വായിക്കുന്നത് കേട്ടു. സൈലോഫോൺ എന്ന് വെച്ചാൽ ഇവിടെ സൈഡിൽ പിക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്.
അപ്പോൾ സൈലോഫോൺ വായിക്കുന്നതുണ്ട്. അപ്പോൾ ഇവൾക്കും അങ്ങനെ വായിക്കണം, ആ സൈലോഫോൺ അതുപോലുള്ള സൈലോഫോൺസ് വായിക്കണം എന്നുള്ള ആഗ്രഹം വന്നു. അപ്പോൾ മിക്ക ടീച്ചേഴ്സും എവലിനെ എന്താണ് ഡിസ്കറേജ് ചെയ്യാണ് ചെയ്തത്. നിനക്ക് കേൾവിയില്ല, അതുകൊണ്ട് നിനക്ക് വായിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ റോൺ ഫോബ്സ് എന്ന് പറയുന്ന ഒരാൾ, അതായത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അവളുടെ അടുത്ത് പറയുകയാണ് വായിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് നോട്ട്സ്, രണ്ട് ലാർജ് ഡ്രം എടുത്ത് ഡിഫറെൻറ്റ് നോട്ട്സ് അവളെ കേൾപ്പിച്ചു. അദ്ദേഹം പറഞ്ഞതാണ്, എന്താണ് നീ നിൻ്റെ ചെവി കൊണ്ട് കേൾക്കരുത്, വേറെ എന്തെങ്കിലും വെച്ച് സെൻസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അവൾ റിയലൈസ് ചെയ്തു, വേസ്റ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ അത് ഹൈ ഡ്രമ്മും ലോവർ അല്ലെങ്കിൽ വേസ്റ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ ലോവർ ഡ്രമ്മും ആണെന്ന് അവളങ്ങനെ കണ്ടൊക്കെ മനസ്സിലായി. അങ്ങനെ അവൾ എന്ത് ചെയ്തു, ഓരോ അല്ലെങ്കിൽ ഓരോ നോട്ട്സും ഓരോ ഡിഫറെൻറ്റ് ബോഡി പാർട്സ് വെച്ച് ഉള്ള ഒരു സെൻസ് കിട്ടി തുടങ്ങി. അങ്ങനെ അവളുടെ ഡിറ്റർമിനേഷനും ഹാർഡ് വർക്കും എല്ലാം കൂടെ ചേർന്ന് അവൾക്ക് മ്യൂസിക് സെൻസ് ചെയ്യാൻ പറ്റും എന്നാണ് എവലിൻ പറയുന്നത്. She never looked back from that point onwards. She toured the United Kingdom with a young orchestra, and by the time she was 16, she had decided to make music her life. She auditioned for the Royal Academy of Music and scored one of the highest marks in the history of the Academy. She gradually moved from the orchestral work to solo performance. At the end of her 3 years course, she had captured most of the top awards. അപ്പോൾ ആ പോയിന്റിൽ നിന്നും എവലിൻ എന്ത് ചെയ്തില്ല, തിരിഞ്ഞു നോക്കിയില്ല. യുണൈറ്റഡ് കിങ്ഡത്തിൽ അല്ലെങ്കിൽ UK ഒരു ഓർക്കസ്ട്ര ഉണ്ടാക്കി അവൾ അവിടെ മൊത്തം പ്രോഗ്രാംസ് അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ 16 വയസ്സായപ്പോൾ മ്യൂസിക്കാണ് എൻ്റെ ലൈഫെന്ന് തീരുമാനിച്ച് എന്ത് ചെയ്തു, റോയൽ അക്കാഡമി ഓഫ് മ്യൂസിക്കിൽ ഓഡീഷന് പോയി. അവിടത്തെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ഉയർന്ന മാർക്കുകളിലൊന്ന് വാങ്ങിയാണ് എവലിൻ തിരിച്ചു വന്നത്. അപ്പോൾ അവസാനം അവൾ ഓർക്കസ്ട്രൽ വർക്കിൽ നിന്നും ഗ്രാജുവലായിട്ട് സോളോ പെർഫോമൻസ് ഒറ്റയ്ക്ക് ചെയ്യാൻ ആരംഭിക്കുകയും 3 വർഷ കോഴ്സിൻ്റെ അവസാനം ഒരുപാട് ടോപ്പ് അവാർഡ്സ് നേടിയെടുക്കുകയും ചെയ്തു. ആൻഡ് ഫോർ ഓൾ ദിസ് എവലിൻ വോണ്ട് അക്സെപ്റ്റ് എനി ഹിൻഡ് ഓഫ് ഹീറോയിക് അച്ചീവ്മെൻറ്റ്. ഇഫ് യു വർക്ക് ഹാർഡ് ആൻഡ് know where you are going, you will get there. And she got right to the top. The world's most sought after multi-percussionist with a mastery of some 1,000 instruments and hectic international schedule. അപ്പോൾ എവലിൻ ഇതൊരു ഹീറോയ്ക്ക് അച്ചീവ്മെൻ്റ് ആണെന്ന് പറയുന്നില്ല. അവൾ പറയുന്നത് എന്താണ്, ഇത് വർക്ക് ഹാർഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും, അല്ലെങ്കിൽ നല്ല രീതിയിൽ എഫേർട്ട് ഇടുക എന്നാണ് എവലിൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്തിട്ടുണ്ട്, അവൾക്കൊരു 1000 ഇൻസ്ട്രുമെൻറ്റ്സിൽ മാസ്റ്റേഴ്സും 1000 ഇൻസ്ട്രുമെൻറ്റ്സിൽ മാസ്റ്ററിയും ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇൻ്റർനാഷണൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒട്ടും സമയമില്ലാതെ നടക്കുന്ന ഒരാളായി എവലിൻ മാറി. It is intriguing to watch Evelyn function so effortlessly without hearing. In our 2 hours discussion, she never missed a word. Men with bushy beards give me trouble. She laughed. It is not just watching the lips, it's the whole face, especially the eyes. She speaks flawlessly with a Scottish lilt. My speech is clear because I could hear till I was 11. She says, but that doesn't explain how she managed to learn French and master basic Japanese. അപ്പോൾ ഈ ഏകദേശം 2 മണിക്കൂറത്തോളമുള്ള ഡിസ്കഷനിൽ എവലിൻ പറയുന്നുണ്ട്, എന്താണ്, അവൾക്കൊരു നമുക്ക് നമ്മുടെ ഓദറിന് മനസ്സിലാവുന്നുണ്ട്, അവൾക്കൊരു വേർഡ് പോലും മിസ്സാവുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതെല്ലാം കൃത്യമായിട്ട് എവലിന് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ എവലിൻ അത് ക്യാച്ച് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തമാശയായിട്ട് എവലിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരുപാട് താടിയുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ അവൾക്ക് ട്രബിളാണ് എന്ന് വെച്ചാൽ അവൾക്ക് ലിപ്സ് നോക്കി വായിക്കാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എവലിൻ. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഇത് ലിപ്സ് നോക്കി മാത്രം വായിക്കുന്നതല്ല, അവരുടെ ഹോൾ ഫേസ്, എസ്പെഷ്യലി അവരുടെ കണ്ണുകളിൽ നിന്നാണ് ഇത് വായിക്കുന്നത്. പിന്നെ ഞാൻ സംസാരിക്കുന്നത് ഇത്ര എഫേർട്ട്ലെസ് ആയിട്ട് സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 11 വയസ്സ് വരെ കേൾക്കാമായിരുന്നു, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതെന്ന് എവലിൻ പറയുന്നുണ്ടെങ്കിലും അതിന് ശേഷമാണ് അവൾ ഫ്രഞ്ചും അതുപോലെ തന്നെ ബേസിക് ജാപ്പനീസും പഠിച്ചത് എന്നാലോചിക്കുമ്പോഴാണ് നമുക്കൊരു അത്ഭുതം തോന്നുന്നത്. As for music, she explains, it pours in through every part of my body. It tingles in the skin, my cheekbones and even in my hair. When she plays the xylophone, she can't sense the sound passing up the stick into her fingertips. By leaning against the drums, she can feel the resonance flowing into her body.
on a wooden platform. She moves her shoes so that the vibration passes through her bare feet up her legs. ഇനി മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് തൻ്റെ ശരീരത്തിലെ എല്ലാ പാർട്ടിക്കൂടെയും മ്യൂസിക് കയറും എന്ന് എവലിൻ പറയുന്നുണ്ട്. എന്താണ് അവളുടെ സ്കിന്നിൽ കൂടിയും ചീക്ക് ബോൺസിൽ കൂടിയും അവളുടെ മുടികളിൽ കൂടിയും സംഗീതം കയറും എന്നാണ് എവലിൻ്റെ ഭാഷ്യം. അവൾ പറയുന്നുണ്ട്. ഇപ്പോൾ സൈലോഫോൺ പ്ലേ ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, ആ സ്റ്റിക്കിൽ നിന്നും ആ സൗണ്ട് നേരെ അവളുടെ ഫിംഗർ ടിപ്സിലേക്ക് കയറുമെന്നും, അതുപോലെ തന്നെ ഡ്രംസ് പ്ലേ ചെയ്യുകയാണെങ്കിൽ അവൾ കുറച്ച് ഡ്രംസിലേക്ക് അടുത്തേക്ക് ലീൻ ചെയ്ത് നിന്ന് ആ റെസണൻസ് മൊത്തം അവളുടെ ബോഡിയിലേക്ക് കയറി അവൾക്ക് മ്യൂസിക് സെൻസ് ചെയ്യാൻ പറ്റുമെന്നും, അതുപോലെ തന്നെ വുഡൻ പ്ലാറ്റ്ഫോം ആണെങ്കിൽ അവൾ ബെയർ ഫുട്ടഡ് അല്ലെങ്കിൽ ചെരുപ്പുകളൊന്നും ഇല്ലാതെ ആയിരിക്കും നിൽക്കുക, അതുവഴി വൈബ്രേഷൻസ് അവളുടെ ദേഹത്തേക്ക് കയറുമെന്നാണ് ഇവിടെ പറയുന്നത്. Not surprisingly, Evelyn delights her audience. In 1991, she was presented with the Royal Philharmonic Society's prestigious Soloist of the Year award. Says master percussionist James Blades, God may have taken her hearing, but he has given her back something extraordinary. What we hear, she feels far more deeply than any of us. That is why she expresses music so beautifully. അപ്പോൾ എവലിൻ ഇങ്ങനെയുള്ള എഫേർട്ട് ഇട്ടത് വഴി എവലിന് സർപ്രൈസ് ഒന്നും ഇല്ലാതെ തന്നെ 1991 റോയൽ ഫിൽഹാർമോണിക് സൊസൈറ്റിയുടെ പ്രസ്റ്റീജിയസ് ആയ സോളോയിസ്റ്റ് ഓഫ് ദ ഇയർ അവാർഡ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ജെയിംസ് ബ്ലേഡ്സ് എന്ന് പറയുന്ന ഇതുപോലെ ഒരു മ്യൂസീഷ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവം ചിലപ്പോൾ അവളുടെ കേൾവികൾ എടുത്ത് മാറ്റി കാണും, പക്ഷേ എന്തോ ഒരു എക്സ്ട്രാ ഓർഡിനറി തിങ് അവളുടെ ബോഡിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കേൾക്കുന്ന അവൾക്ക് ഫീൽ ചെയ്യുന്നു, അത് നമ്മളെക്കാൾ എത്രയോ ഡീപ്പായിട്ട്. അതുകൊണ്ടാണ് അവൾക്ക് ഇത്ര ബ്യൂട്ടിഫുള്ളായ മ്യൂസിക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. Evelyn confesses that she is something of a workaholic. I have just got to work, often harder than classical musicians, but the rewards are enormous. Apart from the regular concerts, Evelyn also gives free concerts in prisons and hospitals. She also gives priority to classes for young musicians, and Rislin of the Beethoven Fund for Deaf Children says she is a shining inspiration for deaf children. They see that there is nowhere what that they cannot go. അപ്പോൾ എവലിൻ പറയുന്നതെന്ന് വെച്ചാൽ അവളൊരു വർക്കഹോളിക് എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ഒരാളാണെന്നും ക്ലാസിക്കൽ മ്യൂസീഷ്യൻസിനേക്കാളും വർക്ക് അവൾ എടുക്കുന്നുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ റെഗുലർ പ്രോഗ്രാംസിനേക്കാളും ഒരുപാട് പ്രിസൺസിലും ഹോസ്പിറ്റൽസിലും ഒക്കെ ഇവൾ ഇങ്ങനെ മ്യൂസിക് പ്രോഗ്രാംസ് പെർഫോം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പുതിയ യങ് മ്യൂസീഷ്യൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഹൈ പ്രയോറിറ്റിയാണ് എവലിൻ കൊടുക്കുന്നത്. റിസ്ലിൻ ബെത്തോവൻ ഫണ്ട് ഫോർ ഡെഫ് ചിൽഡ്രൻ നടത്തുന്ന റിസ്ലിൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഡെഫ് ചിൽഡ്രൻസിന് എവലിൻ ഒരു ഷൈനിങ് മോഡലാണ്. അവർക്ക് എന്ത് ആഗ്രഹിക്കുന്നോ അത് നേടാൻ പറ്റും എന്ന് കാണിച്ചു കൊടുത്ത ഒരു മോഡലാണ് എവലിൻ. എവലിൻ ഗ്ലെനി has already accomplished more than most people twice her age. She has brought percussions to the front of the orchestra and demonstrated that it can be very moving. She has given inspiration to those who are handicapped, people who look to her and say, if she can do it, I can. And not the least, she has given enormous pleasure to millions. അപ്പോൾ എവലിൻ ഗ്ലെനിയെ സംബന്ധിച്ചിടത്തോളം പലരും അവളുടെ ഇരട്ടി പ്രായമുള്ളപ്പോൾ നേടിയത് അവൾ ആ സമയത്ത് നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവാർഡ്സൊക്കെ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പെർക്യൂഷൻസ് അല്ലെങ്കിൽ ഈ ഡ്രം അതുപോലുള്ള ഇൻസ്ട്രുമെൻസൊക്കെ ഒരു ഓർക്കസ്ട്രയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ എവലിന് സാധിച്ചിട്ടുണ്ട്. അതും മൂവ് ചെയ്ത് പെർഫോം ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹാൻഡിക്യാപ്സിന് ഒരു ഇൻസ്പിറേഷനാണ് എവലിന് ചെയ്യാൻ പറ്റിയെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം അവരുടെ ഉണ്ടായി. അതിന് പുറമെ മില്യൺസ് ഓഫ് ആൾക്കാരിന് മ്യൂസിക് എന്ന പ്ലഷർ കൊടുക്കാൻ എവലിന് സാധിച്ചു.